എവരിവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തിരുവോണം ദിവസമാണ്. ഞാൻ രാവിലെ തന്നെ ചെറിയൊരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വിളക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയ പൂക്കളം കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഓണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തം തൊട്ടിലെ പൂക്കളിടലൊന്നും ഉണ്ടായിട്ടില്ല. ഈ തിരുവോണം ദിവസം മാത്രം ഒരു ചെറിയ കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നലെ ടൗണിൽ പോയിട്ട് വരുമ്പോൾ 2 കൂട്ടം പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഓറഞ്ച് ചെണ്ടുമല്ലിയും പിന്നെ മഞ്ഞ ജമന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടുമാണല്ലോ പൂക്കളത്തിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ബാക്കിയൊന്നും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചില്ല. അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളൊരു കുഞ്ഞു പൂക്കളെല്ലാം ഉണ്ടാക്കുന്നില്ലോ. അപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റാണ്. അടുക്കളയിലെ കാര്യമൊന്നും നോക്കിയില്ല കേട്ടോ. ആദ്യം പൂക്കളിടൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അനീഷേട്ടനോട് ഞാൻ പൂക്കളത്തിൻ്റെ ഒരു കുഞ്ഞു മോഡലിലവിടെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വരച്ച് വെച്ചിട്ട് അനീഷേട്ടനും കുഞ്ഞും കുളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണിയായി കേട്ടോ. നമ്മളത്ര രാവിലെ ഒന്നും എണീച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. ഈ ഒരു മോഡലിലാണ് ഇടണമെന്ന് വിചാരിക്കുന്നില്ലത്. നിൻ്റെ നോക്ക് ഉറക്കം പോയിട്ടാ. ഇന്നലെ നമ്മൾ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെയും കൂടി എണീച്ചില്ലേ ഗൗരി. അതുകൊണ്ട് ഗൗരിക്ക് അത്ര ഒരു ഉഷാറില്ല. അവളെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ടൈമിങ് അങ്ങ് ശരിയായിട്ടില്ല തോന്നുന്നു. ഇങ്ങനെ ഒരു വാടി തളർന്നിട്ടല്ലേ ഇരിക്കുന്നുണ്ട് കുളിച്ചിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിച്ച പുതിയ ഡ്രസ്സെല്ലാം ഇടിയിപ്പിച്ചിട്ട് അടി ഇരുത്തിയതാണ്. ഇത് മതിയോ ചോപ്പ്? ഇത് അത്രയല്ലേ ഉള്ളൂ. കുറച്ച് ചോപ്പ് കൂടി വാങ്ങിക്കായിരുന്നു അല്ലേ. നമ്മളതിലാകെ ഈ ഓറഞ്ചും മഞ്ഞയും കളർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊന്ന് അത് രണ്ടും മാത്രമാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പച്ചയിലയും പിന്നെ കിട്ടിയ ഒരു ചുവപ്പ് പൂവെല്ലാം പന്നീർ പൂണ്ടല്ലോ അതെല്ലാം പറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൂക്കളൊന്ന് ഒരു അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. പണ്ടെല്ലാം ആണെങ്കിൽ നമ്മൾ ഈ ചെണ്ടുമല്ലിയും ജമന്തിയും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കലേ ഇല്ല. എല്ലാം തലേദിവസം തന്നെ കാക്കപ്പൂവും പിന്നെ കാശിത്തുമ്പിയും അങ്ങനത്തെ എല്ലാം പറിച്ച് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വെള്ളം കൊടിഞ്ഞു വെക്കും പിറ്റേ ദിവസത്തേക്ക് ഓണത്തേക്ക് വേണ്ടിയിട്ട്. ഗൗരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷീണം ഒട്ടും മാറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പഴം കൊടുത്തു, നേന്ത്രപ്പഴം. അത് കഴിച്ചിട്ട് പകുതി ആകുമ്പോഴേക്കാണ് പുള്ളിക്കാരി ഛർദ്ദിച്ചു കേട്ടോ. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നോക്കിയായി, കുറച്ച് വെള്ളമെല്ലാം ചൂടുവെള്ളം കുടിച്ചിട്ട് പറ്റുമ്പം. അപ്പോൾ എനിക്കൊന്നും ഇനി വെറും വയറ്റിൽ പഴം കൊടുത്തോണ്ടാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പം ഇന്നലെ രാത്രിയും അത്രയൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇനി അതിൻ്റെതാണെന്നൊന്നും അറിയില്ല. പിന്നെ ഛർദ്ദിച്ചെല്ലാം കഴിഞ്ഞ് പിന്നെ വെള്ളമെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ കുറച്ചൊന്നും ഓക്കെ. പിന്നെ ഞങ്ങളൊന്നിച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഫുഡ് ഇന്നിനി ഉണ്ടാക്കാൻ നിൽക്കണ്ട. 9 മണിയായി. അപ്പോൾ ഉണ്ടാക്കണ്ട, ഓർഡർ ചെയ്യാൻ നോക്കി സ്വിഗ്ഗിയിൽ. പക്ഷെ എവിടെ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അമ്മയ്ക്കൊരു പണി കിട്ടി. പൂക്കളം ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പേ ഞാൻ എണീച്ചിട്ട് വന്നു. ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. കാരണം സ്വിഗ്ഗിയിലൊന്നും നോക്കിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിലും ഒന്നുമില്ല. ആകെ എന്തോ ഒരു 2-3 ഐറ്റം ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പം രാവിലത്തേക്ക് കഴിക്കാൻ പറ്റാത്ത ഐറ്റം ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൂരിയും മസാലക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ ഇന്നലെ വിചാരിച്ചതാണ്. പിന്നെ ടൈം പോയതുകൊണ്ടാണ് ഞാൻ സ്വിഗ്ഗിയിൽ നോക്കിയത്. അപ്പം ബാജിയും പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പൂരി കഴിച്ചാൽ ഇപ്പോൾ രാവിലെ എണ്ണമയം കഴിച്ചിട്ട് ഗൗരിക്ക് ഇനി വീണ്ടും ഛർദിയോ അങ്ങനെയൊന്നും വരണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒക്കെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അവൾക്ക് പൂരി തന്നെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ കഴിക്കട്ടെ, പൂരി തന്നെ കഴിക്കട്ടെ. അവളെ ഫേവറേറ്റ് ഫുഡും കൂടിയാണ്. അതാകുമ്പോൾ ഒരു 1/4 മണിക്കൂറിൽ തന്നെ കറിയും പൂരിയും ആവുമല്ലോ. കഴിഞ്ഞിട്ട് വരുമ്പോഴത്തെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യമെല്ലാം അനീഷേട്ടൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. ശരിക്കുണ്ടല്ലോ ഇങ്ങനത്തെ വിശേഷ ദിവസം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമുക്ക് രാവിലെ കുക്കിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ദിവസം ഉണ്ടാവില്ലേ. അങ്ങനത്തെ ദിവസം ഇഡ്ഡലി, പുട്ട്, ദോശ അങ്ങനെയുള്ള ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് നല്ലത്. അപ്പം എൻ്റെ ഒരു മീൽ പ്ലാനിങ് പ്രകാരം ഇന്ന് പൂരിയും ബാജിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൂരി ബാജി ഉണ്ടാക്കാമെന്നെല്ലാം വിചാരിച്ചത്. പിന്നെ ഞാൻ രാവിലെ തന്നെ പൂക്കൾ ഇടാൻ വേണ്ടി ഇരുന്നില്ലേ. അപ്പോൾ സമയം ഇത്രയും പോകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇടാൻ തുടങ്ങിയിട്ടാകുമ്പോൾ വന്ന് ചെറിയ പൂക്കളതെങ്കിലും ഇത്രയും സമയം പോകുമെന്ന് അറിഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഗൗരിക്കെല്ലാം വിശക്കാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അനീഷേട്ടനും പൂക്കളമെല്ലാം ഇട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വെച്ച് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുന്നുണ്ട്. വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല ഉത്സാഹത്തിൽ തന്നെ കൂടിയിട്ടുണ്ട്. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിൽ, 2 ആളുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾ പരത്തുക, ഒരാൾ ചുട്ടെടുക്കുക. അപ്പം പെട്ടെന്നാവുമല്ലോ. അങ്ങനെ പൂരിയും മസാലക്കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചായയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഒരു കുഞ്ഞു പൂക്കളം കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ഓണസദ്യ നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഉച്ചക്കേക്കുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ എന്താണെന്നറിയില്ല, നല്ല മഴ മൂടലും ചെറുങ്ങനെ ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്.
അതാ പേപ്പറിൻ്റെ അടിയിൽ കണ്ടിരുന്നല്ലോ. ഇനിയിപ്പോൾ നമ്മളെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ്. ഫോട്ടോഷൂട്ട് എന്നെല്ലാം വെറുതെ പറഞ്ഞേട്ടാ, ഫോണിൽ അങ്ങ് ഫോട്ടോ എടുക്കും അത്ര തന്നെ. അതായത് നമ്മളെ ഫോട്ടോഷൂട്ട്. അപ്പം ഞാൻ ഇതൊരു സെറ്റ് സാരിയെല്ലാം എടുത്തിട്ടുണ്ട്. ഗൗരി അനിഷേട്ടനെല്ലാം പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കും അത്ര തന്നെ. ഗൗരി വാ, ഗൗരി ഇങ്ങോട്ട് തിരി. ഗൗരിക്ക് ശരിക്കും പട്ടുപാവാട എടുക്കാനായിട്ട്, പട്ടുപാവാടയില്ലേ അതെടുക്കാനാണ് ഞങ്ങൾ പോയിട്ടുണ്ടായത്. പക്ഷേ ആ ഷോപ്പിൽ കയറിയിട്ടുമ്പോൾ ഗൗരി ആദ്യം കണ്ട ഡ്രസ്സ് ഇതാ. പിന്നെ ഞങ്ങൾ ഒരു ഡ്രസ്സും സെലക്ട് ചെയ്തിട്ട് അവൾക്ക് ഇതന്നെ മതി എന്ന് വാശി പിടിച്ചു വിട്ടാ. പിന്നെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. ആദ്യമൊന്നും ഇങ്ങനത്തെ ഈ കുത്തുന്ന ടൈപ്പ് ഡ്രസ്സില്ലേ അതൊന്നും ഗൗരി ഇടൂലായിരുന്നു. ഇതെന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമായി. ഇട്ട് കൊടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഈ ഓണത്തിനെല്ലാം മുമ്പ് തന്നെ നമ്മൾ പോയിട്ട് മാടായിപ്പാറയെല്ലാം പോയിട്ട് അവിടെ നല്ല സീനറി അല്ലേ, അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസെല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ കുറേ എന്തെല്ലോ ബുദ്ധിമുട്ടുകളായിരുന്നു, നമുക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ പൂക്കളത്തിൻ്റെ അടുത്തെല്ലാം ഇരുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന്. സമയം 12 മണിയായിട്ടോ ഇതെല്ലാം കഴിയുമ്പോഴേക്ക്. പോവാം, 12 മണിയായി. അപ്പോൾ ഒരു 12:30 നമ്മളോട് ഫുഡ് പോയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം ഡെലിവറി ഇല്ല കേട്ടോ ഓണസദ്യക്ക്. അപ്പോൾ റാന്തലിൽ പോയിട്ട് ഫുഡ് എടുക്കണം. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. 549 രൂപയാണ് കേട്ടോ നമുക്ക് ഒരാൾക്ക് പൈസ വരുന്നുള്ളത് റാന്തലിൽ ഓണസദ്യക്ക്. അപ്പോൾ ഞങ്ങൾ 2 ഓണസദ്യ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഗൗരിക്ക് എന്തായാലും ഒരു ഫുഡ് മൊത്തത്തിൽ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഷെയർ ആക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പാക്കറ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഇലയുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് പാർസൽ വാങ്ങിച്ചിട്ട് ഓണസദ്യ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം ഞങ്ങൾക്ക് രണ്ടാക്കല്ല ഞങ്ങൾക്ക് 3 ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കറിയായിരിക്കും, നമ്മളുണ്ടാക്കുന്ന കറികൾ തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോഴേക്ക് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കറികളുണ്ടായിരുന്നു. എനിക്കൊന്നും ഞാൻ അങ്ങനെ എണ്ണീട്ടില്ല, 10-20ഓളം കറികൾ ചെറുതും വലുതുമായിട്ട് കറികൾ അത്രയും ഉണ്ടായിരുന്നു. പിന്നെ 3 തരം പായസം ഉണ്ടായിരുന്നു, ഉപ്പ് വരെ ഉണ്ടായിരുന്നു കേട്ടോ, ഉപ്പും പഴവും പപ്പടും എല്ലാം ഉണ്ടായിരുന്നു. സാധാരണ നമ്മളെ സദ്യയിലും ഉണ്ടാകുന്ന എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു കേട്ടോ. കാളനുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അവിയൽ, കൂട്ടുകറി, സാമ്പാർ, പരിപ്പ്, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാത്തൊരു 2-3 കറികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഒരുപാട് കറികളും ടേസ്റ്റുള്ള അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് കറികളുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സദ്യ ഉണ്ടല്ലോ, നമ്മൾ ഓണത്തിനായാലും വിഷുവിനായാലും നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഉണ്ടാക്കുന്ന ഒരു 5-6 ഐറ്റംസ് മാത്രമേ ഉണ്ടാവൂ കറികളെല്ലാം ആയിട്ട്. പക്ഷെ എന്നാലും ആ ഒരു സദ്യ കഴിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല, സത്യം പറയാമല്ലോ. അത് ചിലപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫുഡെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഓണസദ്യ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനെന്നല്ല, വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഒരു സദ്യയുടെ ഒരു ഓണത്തിന് നമ്മൾ വീട്ടിലുണ്ടാക്കി ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു വൈബൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും നമ്മൾ വാങ്ങിച്ച് കഴിച്ചില്ലേ, ഇനിയിപ്പോൾ അടുത്ത ഓണമായാലും വിഷു ആയാലും ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിക്കോളാമെന്ന് വിചാരിച്ചു. അനിഷേട്ടനും കൂടി കേട്ടോ ഇങ്ങനത്തെ വലിയ സദ്യ അതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 2 കൂടി ഒന്നിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ എന്തായാലും ഇനി മുതൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യത്തിലെല്ലാം കുറച്ച് നിർബന്ധമാണ്. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് ഓണമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഒരു ഓണസദ്യ ഒഴിവാക്കണ്ടെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്തത്. അങ്ങനെ ഓണസദ്യയെല്ലാം കഴിച്ച് കുറച്ച് നേരം ഉറങ്ങി നമ്മളിതാ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാസർഗോഡ് പെരിയലാണ് എൻ്റെ വീട് വരുന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഓണമായിട്ട് ഈ പൂക്കളെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് വാതിൽ അടച്ച് പൂട്ടിക്ക് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു നാളെ ആണെങ്കിൽ ഇന്നിപ്പോൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ ബസ്സിന് പോകേണ്ടി വരും. ഇന്നിപ്പോൾ അനീഷേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബസ്സിലാകുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ടാണ് ഇന്ന് തന്നെ പോകുന്നില്ല കേട്ടോ. ഒരു 6:15 ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ. പിന്നെ നല്ല ബ്ലോക്ക് ആയിരുന്നു. മാടായിപ്പാറ ആ ഭാഗത്തുകൂടിയാണ് നമ്മൾ പോയത്. എളുപ്പം അതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ വഴി പോയത്. അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അധികം തന്നെ ലേറ്റായിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് നീതും കുഞ്ഞുമോനും എല്ലാവരും സെറ്റായിരുന്നു. അപ്പോൾ ബാക്കി ഓണം വൈബ് പിന്നെ ആടെ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.